പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ അഭിഷേകത്തിന് അനേകം ധീര രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ ചോരയുടെ മണമുണ്ട്, ചോരയുടെ കറയുണ്ട്. ആ രക്തസാക്ഷികളുടെ വിശ്വാസത്താൽ പണിതുയർത്തപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം. ഇന്നേ ദിനം ഉറപ്പായും നമുക്ക് വിമോചനം കിട്ടും. ഏത് കുരുക്കാണെങ്കിലും ഇന്ന് വിട്ടുമാറും എന്ന് വിശ്വസിക്കുക. ഏത് ശത്രുവാണെങ്കിലും നിങ്ങൾക്കെതിരെ ഇനി പ്രബലപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുക. ഒരമ്മ തനിക്ക് 2 ആൺകുട്ടികൾ ജനിച്ചപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ആ അമ്മ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. അവർ 3 സ്ഥലങ്ങളിൽ വീടുകൾ മാറി. ഏറ്റവും അവസാനം ഒരു വീട്ടിലേക്ക് മാറി. ഈ അമ്മ വന്ന് എന്നോട് പറയുക, അച്ഛാ, ആ വീട്ടിലേക്ക് മാറിയ മുതൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ധ്യാനത്തിന് പോകുന്ന മക്കളായിരുന്ന അച്ഛാ, ഇപ്പോഴവർക്ക് പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, എന്തിന് എൻ്റെ വീട്ടിലെ രൂപങ്ങൾ പോലും അവർക്ക് കാണേണ്ട. ഈ അമ്മ വന്ന് പറഞ്ഞു, അച്ഛ, ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ ആ പുതിയ വീടാണ്, ഞങ്ങളുടെ ആ പുതിയ സ്ഥലമാണ്. അവിടെ വന്ന മുതലാണ് എൻ്റെ പിള്ളേര് വഴിതെറ്റിപ്പോയത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപാട് പേരുടെ വിശ്വാസങ്ങളിൽ പെട്ടതാണ്. ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ അശുദ്ധമായതാണ്, അവർ താമസിക്കുന്ന വീട് അശുദ്ധമായതാണ്. അവളെ പറമ്പിൻ്റെ, ആ വീടിൻ്റെ ദോഷം മാറാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇന്നും വളരെ പ്രത്യേകമാം വിധം ഈ മക്കള്, വചനം കേൾക്കുന്ന താമസിക്കുന്ന വീടുകൾ, പറമ്പുകൾ, അവിടെയുള്ള വസ്തുവകകൾ, ഏതെങ്കിലും വിധത്തിൽ അവിടെ കടന്നു വന്നിട്ടുള്ള അശുദ്ധാരൂപികൾ, ദോഷം വരുത്തുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും പ്രകൃതി വിരുദ്ധ ശക്തികൾ, ആ പറമ്പിലോ ആ വീട്ടിലോ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ശത്രുവിൻ്റെ കെണികൾ, കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ സർപ്പദോഷങ്ങളോ ആ മാരകപാപത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ദോഷങ്ങളോ, 1-ാം പ്രമാണ ലംഘനത്തിലൂടെ കടന്നു വന്ന ദോഷങ്ങളോ ആ പറമ്പിനെ, ആ വീടിനെ അശുദ്ധമാക്കുന്നുണ്ടെങ്കിൽ യേശുവേ ഇന്ന് അതെല്ലാം വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഇവരുടെ ഭവനങ്ങൾ, വീട്, പറമ്പ്, സ്ഥാപനങ്ങൾ, അതിലുള്ള എല്ലാ ദോഷങ്ങൾ, അതിലുള്ള എല്ലാ ബന്ധനങ്ങൾ, അതിലുള്ള എല്ലാ തടസ്സങ്ങൾ, നിരന്തരമുള്ള രോഗങ്ങൾ, വഴിപിഴച്ച് പോകുന്നതും വഴിതെറ്റി പോകുന്നതും തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോകുന്ന അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ അത്ഭുത നാമത്താൽ ഇന്ന് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54-55 തിരുവചനങ്ങളാണ്. വചനം ഇങ്ങനെയാണ്: അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എസ്തഫാനോസ് വചനം പറഞ്ഞപ്പോൾ, എസ്തഫാനോസ് അഭിഷേകത്താൽ നിറഞ്ഞപ്പോൾ, എസ്തഫാനോസിന്റെ ധൈര്യം കണ്ടപ്പോൾ, എസ്തഫാനോസിന്റെ വിശ്വാസം കണ്ടപ്പോൾ ശത്രുക്കള് പല്ലുകടിക്കുക. എന്നാൽ അവൻ, എസ്തഫാനോസ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കാരണന്മാർ അവർ കർത്താവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിശ്വാസമായിരുന്നു അവരുടേത്. ആയതിനാൽ അവർ തെറ്റായ ബന്ധങ്ങളിലോ, വിശ്വാസം നഷ്ടപ്പെടുന്ന, പ്രാർത്ഥന നഷ്ടപ്പെടുന്ന, ക്രൈസ്തവ സഭയെ തകർക്കുന്ന ഒരു കാര്യങ്ങളിലും നമ്മുടെ പൂർവികർ ചെന്ന് പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ശത്രു പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക, ശത്രുക്കൾ തകർത്തുകൊണ്ടിരിക്കുക, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി നിരാശപ്പെടുത്തുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഈശോ ഇതാ കർത്താവിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് എസ്തഫാനോസ് കണ്ടതുപോലെ ഈ പ്രാർത്ഥനയിലൂടെ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ വെളിപാട്, ഒരു പുതിയ യോഗ്യത
നമ്മുടെ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കുന്നു. ഈ മക്കളുടെ കുടുംബത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അശുദ്ധി മാറ്റുന്നതിന് ഈ പ്രാർത്ഥന ഉപകരിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലങ്ങൾ, വീടുകൾ എല്ലാ ദുഷ്ടാരൂപിയുടെ പിടികളിൽ നിന്നും, പിശാചിൻ്റെ വഞ്ചനകളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ നാശകരമായ ജീവികളുടെ പ്രകൃതി വിരുദ്ധ ശക്തികളുടെ ചാവ് ദോഷങ്ങളുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതൽ ലഭിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ നിങ്ങളുടെ വീട്, പറമ്പ്, അതിൻ്റെ 4 അതിരുകൾ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, തൊഴിൽ മേഖലകൾ, യാത്രകൾ, അതിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇറ്റിറ്റ് വീണ തിരിച്ചോര കൊണ്ട് കഴുകപ്പെട്ട് പുതിയ ഡെലിവറൻസ്, പുതിയ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അത്ഭുതകരമായ ഡെലിവറൻസ്. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഫാദർ വില്യം രാജന. കോഴിക്കോട് അതിപ്രശസ്തനായ ധ്യാനഗുരുവാണ്. വളരെ വലിയ വചനപ്രഘോഷകനാണ്, നല്ല പാട്ടുകാരനാണ്. 21-ാം തീയതി നടക്കുന്ന വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 6 മണി മുതൽ 8 മണി വരെയുള്ള വചനപ്രഘോഷണം, 8 മണിക്ക് വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് വണക്കം, നൊവേന, ആശീർവാദം. നേർച്ചക്കഞ്ഞ് നിങ്ങളെ തിരികെ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടുന്നതാണ്. എല്ലാവരും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു.